വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് മുരിങ്ങക്ക വെച്ചിട്ടുള്ളൊരു മസാലക്കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല പെർഫെക്റ്റ് കോംബോ ആണ് ഈ ഒരു മസാലക്കറി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കാമെന്ന് കണ്ടിട്ടൊന്ന് വന്നാലോ. അപ്പോൾ നമുക്ക് മുരിങ്ങക്ക മസാലക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 6 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. അതൊരു 20 എണ്ണം. ചെറിയുള്ളി ഇല്ലെങ്കിൽ വെല്ലുള്ളി ആണെങ്കിൽ 1 വെല്ലുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടിത് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവേണ്ട, എല്ലാം ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം എല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു 10 മിനിറ്റ്. ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ കഷ്ണം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിന് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. സ്പൈസി, ടേസ്റ്റി, അതേപോലെ ടാങ്കി ആയിട്ടുള്ളൊരു ഡ്രം സ്റ്റിക്ക് മസാലക്കറി, മുരിങ്ങക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടെ ഒരു പെർഫെക്റ്റ് കോംബോ ആണ്. ഈ ഒരു മസാലക്കറി മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ, വേറെ ഒരു കറിയും വേണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.